ഹായ് ഫ്രണ്ട്സ്, MR ലാൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. എന്ത് വെച്ചാൽ ഇന്ന് എൻ്റെ സച്ചിക്കുട്ടൻ വന്നു, അതുകൊണ്ട് നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ്. ഹാപ്പിയൊക്കെയാണ്, പക്ഷേ എണീക്കാൻ ഒരുപാട് ലേറ്റായി. ഇന്ന് ഷോപ്പിൽ പോകുന്നില്ല എന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെ ലേറ്റായിട്ടാണ് എണീറ്റത്. നിച്ചിക്കുട്ടൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തുവിടാമെന്ന് വിചാരിച്ച് അങ്ങനെ രാവിലെ നമ്മൾ ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി. അതൊന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല, കാരണം എണീക്കാൻ ലേറ്റായപ്പോഴത്തേക്കും പിന്നെ നിച്ചിക്കുട്ടനെ എളുപ്പം പറഞ്ഞു വിടണമായിരുന്നല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്കുട്ടൻ വന്നു പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പയ്യെയാണ് ഒരു 10-10:30 കഴിഞ്ഞിട്ടാണ് പിന്നെ ഇപ്പം കിച്ചണിലോട്ട് വന്നത്. ഇപ്പോഴേ മണിയെണ്ണം പോയി ബീഫൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടാണ് ഷോപ്പിലോട്ട് പോയിട്ടുണ്ട്. നല്ല മഴ, സൂപ്പർ മഴയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? അപ്പോഴും നമുക്കിനി ജോലികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ബീഫ് വലിയ പീസായിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. ആദ്യം അതിനെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം, പിന്നീട് വേണം കറിയൊക്കെ വയ്ക്കാനായിട്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, ഇടിയപ്പവും മുട്ടക്കറിയും. സച്ചുകുട്ടൻ അവിടെ എന്നും ഇഡ്ഡലിയും ദോശയും ഒക്കെ അല്ലേ കഴിക്കുന്നത്, അവിടെ ഇടിയപ്പം ഒന്നും കിട്ടത്തില്ലല്ലോ. അതുകൊണ്ടാണ് വരുന്ന ദിവസം തന്നെ ഞാൻ ഇടിയപ്പവും മുട്ടക്കറിയും ആക്കിയത്. ബീഫ് താണ്ട ഇത്രയും വലിയ പീസായിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്കിനി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം. ഇപ്പോഴത്തേക്കും താണ്ട തേങ്ങ തിരുങ്ങാനായിട്ട് സച്ചുക്കുട്ടൻ വന്നതാണേ. സച്ചുക്കുട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ തേങ്ങ തിരുങ്ങാക്കൽ ഫുള്ളും അങ്ങായിട്ട് എടുത്തോളും കേട്ടോ. നമ്മൾ പറയണ്ട, ഞാൻ തേങ്ങ തിരുങ്ങാനായിട്ട് വന്ന ദിവസമല്ലേ, കിടന്ന് റെസ്റ്റ് എടുത്തോട്ടെ, ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും തേങ്ങ തിരുങ്ങാനെടുത്ത സൗണ്ട് കേട്ടിട്ട് ഞാൻ തിരുങ്ങിത്തരാമാ എന്നും പറഞ്ഞ് വന്നേ കേട്ടോ. പിന്നെ തേങ്ങ തിരുങ്ങാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് കാണും സംസാരിക്കാനായിട്ടേ. തേങ്ങ കഴിഞ്ഞ് പിന്നെ ഞാനതെടുത്ത് മോര് കറിക്ക് വെക്കാനായിട്ട് അരയ്ക്കുമായിരുന്നു. ഈ സച്ചിക്കുട്ടൻ വരുന്ന ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ തേങ്ങ അരച്ച് മോര് കറി വെക്കുന്നത്. എനിക്ക് സച്ചിക്കുട്ടനുമാണ് തേങ്ങ അരച്ച മോര് കറി ഇവിടെ ഇഷ്ടം. മണിയണ്ണനും നിച്ചിക്കുട്ടനും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. എന്നാൽ പിന്നെ അവനില്ലാത്തപ്പോൾ പിന്നെ ഞാൻ എനിക്കായിട്ട് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വയ്ക്കത്തില്ല. അവൻ വരുമ്പം തേങ്ങ അരച്ച് വെക്കുവേ. അങ്ങനെ മോര് കറിക്ക് അരയ്ക്കാനായിട്ട് എടുക്കുമായിരുന്നു. മോര് കറിക്ക് അരച്ചെടുത്തോണ്ട് വന്നേ. ഇതിനകത്ത് നമ്മൾ തേങ്ങ, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, പൂണ്ട്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് അരച്ചത്. പിന്നെ ദാണ്ട ആ ബീഫ് അങ്ങ് കഴുകിക്കൊണ്ട് വന്നായിരുന്നു. അത് അടപ്പയിലോട്ട് വയ്ക്കാനായിട്ട് കരച്ചട്ടിയിൽ വെക്കുവാണേ. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അങ്ങ് അടുപ്പിൽ വയ്ക്കുക. വെള്ളം ഒഴിച്ച് നമ്മൾ ഈ കരച്ചട്ടി വയ്ക്കുന്നതുകൊണ്ടാണ്. കുക്കറിലൊക്കെ വെക്കുകയാണെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പിന്നെ ബീഫ് മേടിച്ചാൽ അടുപ്പിൽ വയ്ക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മളത് അടുപ്പിൽ വയ്ക്കുന്നത് കേട്ടോ. അതിലേക്ക് കുരുമുളക് പൊടി ഇടാൻ നമ്മൾ ആദ്യം മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് അതൊന്ന് അടച്ച് വെച്ച് വേവിക്കാൻ വെച്ച്. പച്ചമുളകിൻ്റെ വലിപ്പം നോക്കുക, നല്ല വലിയ പച്ചമുളക് മണിയെണ്ണം മേടിച്ചുകൊണ്ട് വന്നതായിരുന്നേ. പിന്നെ അതിനെയൊക്കെ ഒന്ന് ഇങ്ങനെ തണ്ട് ഇറുത്തിട്ട് അതിടുന്ന ഒരു കണ്ടെയ്നറിലോട്ട് അങ്ങിട്ട് വയ്ക്കുമായിരുന്നു. ബീഫ് കറി അടപ്പ വെച്ച് കൊടുത്തിട്ട് പിന്നെ അവിടെ മോര് കറി വെക്കാനായിട്ട് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരുന്നല്ലോ, അതിലേക്ക് മോര് ഒഴിച്ചു കൊടുക്കുകയാണ്. മോര് നമ്മുടെ കടയുടെ അപ്പുറത്ത് ഒരു ചായക്കടയുണ്ടേ, അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്നത് നല്ല മോരാണ് കേട്ടോ. പിന്നെ അതങ്ങനെ കലക്കി റെഡിയാക്കി കടുവൊക്കെ വറുത്ത് മോരങ്ങ് കാച്ചിയേ. ബീഫ് വെന്തപ്പോൾ അതിനെ മാറ്റിയിട്ട് പിന്നെ ബീഫ് കറി വെക്കാനായിട്ട് നമുക്ക് ചട്ടി വെച്ച് കൊടുക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന സവാള, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിങ്ങനെ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്നതാണ്. അതുകൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനെ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വാട്ടിയെടുക്കാം. അത് നല്ലപോലെ ഒന്ന് വാടി വന്ന് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് പൊടികളായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നല്ലപോലെ ആ പൊടി ഒന്ന് പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. പൊടിയുടെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ചേർക്കാം. പച്ചവെള്ളം ചേർക്കരുത്, പച്ചവെള്ളം ചേർത്താൽ ടേസ്റ്റിന് വ്യത്യാസം വരും. ചൂടുവെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് മസാലപ്പൊടി കുറച്ചുകൂടി ചേർക്കാം, കുരുമുളക് പൊടി ചേർക്കാം, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട്
നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിനെ വേവിക്കാനായിട്ട് വയ്ക്കാം. നമ്മുടെ ബീഫ് വെന്തതായത് കൊണ്ട് തന്നെ ഇനി ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ബീഫ് കറി റെഡിയാവും. ഞാനിങ്ങനെയാണ് ബീഫ് കറി വെക്കുന്നത്. എനിക്കിതാണ് ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും തോന്നുന്നത്. പിന്നെ നമ്മുടെ കോവയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് തോരൻ വയ്ക്കാനായിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ച് കൊടുത്തു. ഞാൻ എണ്ണയിൽ വാട്ടി വയ്ക്കത്തില്ല, വെള്ളത്തിലാണ് വേവിച്ചെടുക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് ഇതായിരുന്നു. ചോറ്, കോവയ്ക്ക മെഴുക്ക് പുരട്ടി, മീൻ ഫ്രൈ, മാങ്ങാച്ചാറ്, പിന്നെ ബീഫ് കറിയും നമ്മുടെ മോര് കറിയുമായിരുന്നേ. മീൻ ഫ്രൈ ചെയ്യുന്ന വീഡിയോ ഒന്നും എനിക്ക് പിന്നെ എടുക്കാൻ പറ്റിയില്ല. ആ സമയത്ത് ഇവിടെ 2-3 ഗസ്റ്റുകളല്ല, ഒരു ട്രസ്റ്റി എന്ന് എല്ലാ വർഷവും വരുന്നതാണേ, അവർ വന്നിരുന്നു. അപ്പോൾ പിന്നെ അവർ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് പിന്നെ ചോറ് പൊതിഞ്ഞ് കൊടുക്കാനും ഒക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മളന്ന് ലേറ്റായിട്ടായിരുന്നല്ലോ കിച്ചണിൽ കയറിയത്. മീൻ ഫ്രൈ ചെയ്യാൻ എടുത്ത സമയത്തായിരുന്നു അവർ വന്നത്. പിന്നെ നമ്മൾ വീഡിയോ എടുക്കാനായിട്ടൊന്നും നിന്നില്ല, പെട്ടെന്ന് അതുകൊണ്ട് ഫ്രൈ ചെയ്തിട്ട് അവർക്ക് ചോറ് കൊടുത്തു വിടാമെന്ന് വിചാരിച്ച്. അങ്ങനെ അവർക്ക് ചോറൊക്കെ കൊടുത്ത് വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മണിയണ്ണം വന്നു. പിന്നെ ഞങ്ങൾ 3 പേരും കൂടി കഴിക്കാനിരുന്നു. നിച്ചുക്കുട്ടൻ അങ്ങ് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നല്ലേ, അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് ഞങ്ങൾ 3 പേരും മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ ഞാനായിരുന്നു ഷോപ്പിലേക്ക് പോയത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുതേ. പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.